നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില സ്കിൻ ഇഷ്യൂസാണ്. ഇതെല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് ഒത്തിരി സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റിൽ എനിക്കുണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഇതുപോലെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ പലർക്കും ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസ് നമുക്കുണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അതുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കിൻ ഡിസീസസ് ആ സമയത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്കൊരു ഈ ഒരു സ്കിൻ ഇഷ്യൂസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി എനിക്ക് കയ്യിലാണ്. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ രണ്ട് കൈയും നന്നായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ കുറേ മോയ്സ്ചറൈസർ തേക്കുന്നു, പക്ഷേ കൈ നന്നായിട്ട് ചൊറിയുമ്പോൾ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അതിന് മരുന്ന് കഴിക്കാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. പക്ഷേ ആ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് കുറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു, അത് കുറയുന്നില്ല. അലർജിയുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പ്രശ്നമില്ല. എന്താണെന്നറിയില്ല. സ്കിന്നിൽ മുഴുവൻ അങ്ങനെ പകൽ സമയത്ത് എനിക്ക് അത്ര വലിയ പ്രശ്നം ഞാനങ്ങനെ അറിയുന്നില്ല. പക്ഷെ രാത്രി ഉറക്കമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത്. പിന്നെ ഈ അവേക്കനിങ് എന്ന് പറയുന്നത് പല വേവ്സ് ആയിട്ടാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്ന സമയത്ത് ഉണ്ടായ സ്കിന്നിന് കൂടുതൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ എനിക്ക് അങ്ങനെ ഒരു ഹൈ സ്പിരിച്വൽ ഫീലിംഗ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് വരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് വീണ്ടും സ്കിൻ ഇഷ്യൂസ്. അപ്പോൾ രണ്ടാമത്തെ വേവിൽ എനിക്കുണ്ടായ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് കഴുത്തിന് പുറകിലൊക്കെ ആയിട്ട്, അതായത് തലമുടിയുടെ അവസാനിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ കഴുത്തിന് പുറകിലായിട്ട് ചെറിയ കുരു പോലെ ചൊറിച്ചിൽ അധികമില്ല, പക്ഷേ ഫുൾ റെഡ് കളറായിട്ട് അവിടെയും ഇതുപോലെ ഒരു അലർജി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ പല ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പം എല്ലാവർക്കും കൂടുതലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഓരോ ഇഷ്യൂസ് വരുന്നതെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ, നമ്മുടെ ഉള്ളിലൊക്കെ പ്രോസസ്സ് ചെയ്യാത്ത ഒത്തിരി ഇമോഷൻസ്, ട്രോമാസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, വിഷമങ്ങൾ. അപ്പം നമ്മൾ ഈ അവേക്കനിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ പല ഇമോഷൻസും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തുള്ളതോ അല്ലാതെ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, അങ്ങനെ. അപ്പോൾ അത് ഈ പ്രോസസ്സ് ചെയ്യുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ പ്രോസസ്സിങ്ങിന് അതിനെ പുറത്തോട്ട് വിടണം. അപ്പോൾ അതിന് കണ്ടുപിടിക്കുന്നത് കൂടുതലും എന്താ പറയുക, നമ്മുടെ ബോഡി ത്രൂ സ്കിന്നായിരിക്കാം ആ ഒരു പ്രോസസ്ഡ് ഇമോഷൻസ്, അതൊരു എനർജി ആയിട്ട്, ആ ഒരു പ്രോസസ്ഡ് എനർജി എന്ന് പറയുന്നത് പുറത്തോട്ട് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ സ്കിന്നാണല്ലോ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിലാണ് കൂടുതലും, ത്രൂ സ്കിന്നിൽ ഇതുപോലെയുള്ള പല അലർജി കാര്യങ്ങൾ ഒരുപാട് പേർക്കുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്കിൻ ഇഷ്യൂസ് ഈ സമയത്ത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും എനിക്കങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിനും സെയിം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉള്ളതായിട്ട് അറിഞ്ഞു. പിന്നെ ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് വായിച്ചു. അപ്പോൾ വായിച്ചപ്പം പല ഇപ്പോൾ റെഡിറ്റിലായാലും നമ്മൾ കുറേലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി പേര് അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഓക്കെ, ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ എന്നുള്ളൊരു സമാധാനം കൂടിയായി. പിന്നെ എന്തായാലും നമുക്കിപ്പോൾ സ്കിന്ന് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയാണ്, അതുകൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാലും നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആദ്യം ഡോക്ടേഴ്സിനെ കാണിക്കുക, മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക. അത് മാറുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓക്കെ, മേ ബി ഇതായിരിക്കാം എന്നുള്ളൊരു അഷുറൻസിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഞാനും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, കാരണം എനിക്ക് വലുതായിട്ട് അധികം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ടെമ്പററി ആയിട്ടുള്ളൊരു റിലീഫ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം പക്ഷേ കുറച്ച് കുറവുണ്ടാവും ഒരു സ്കിന്ന്, കയ്യിൽ ചൊറിച്ചിലൊക്കെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കിൻ അലർജിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി പറയാം. അതായത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ കയ്യിലും ചൊറിച്ചിലുള്ള ഭാഗത്ത് മോയ്സ്ചറൈസറായിട്ടുള്ള എന്തെങ്കിലും സംഭവം അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറി ചെയ്യേണ്ട. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് കാണുക. ഈ പറഞ്ഞ പോലെ വറി ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. താങ്ക് യു.